ബിച്ചുവിന് പറയാനുള്ളത്. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. നല്ല അഭിപ്രായം, സൂപ്പർ, ഒന്നും പറയാനില്ല. കൊള്ളാം. നമസ്കാരം കൂട്ടുകാരെ, നമസ്കാരം. ഇപ്പൊ ഞാനിപ്പോ വന്നേക്കുന്ന വെച്ചാൽ നമ്മൾ റേണ ചേച്ചിയുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. പുതിയതായിട്ട് മെനഞ്ഞെടുത്ത കുറെ, രേണു എന്നെ സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത കുറെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം റേണ സതിയെ നമുക്ക് നമ്മളെ സ്ക്രീനിലോട്ട് വെൽക്കം ചെയ്യാം. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 22 അല്ല 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്, ഞങ്ങൾ കല്യാണം കഴിച്ചു. 21 21 വയസ്സുള്ള പയ്യനെയൊക്കെ കല്യാണം കഴിക്കാനാവും. ഇത് ഞാൻ എവിടോ വേറൊന്ന് ഇതായിട്ടൊന്നും എനിക്കെന്തോ, ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് കുണുവാവുകളെന്നോ 18 വയസ്സിന് മേളിലുള്ള കുണുവാവുകള് എന്നാണ് പറഞ്ഞത്. എന്റെ കുണുവാവുകളല്ലേ എന്ന്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് ഗായ്സ്. സംശയിക്ക് തന്നെ വേണം. അല്ലെ പിന്നെ ഇവർക്ക് പിന്നിൽ അരണയുടെ സ്വഭാവമായിരിക്കണം. അരണ പോലെ മറന്നു പോയില്ലോ, മറവി ഉണ്ടെന്നല്ലേ അരണക്ക് ഇങ്ങനെ മറവിയാണെന്നല്ലേ പറയുന്നത്. അപ്പൊ പറഞ്ഞത് വേറൊന്നും, ഇപ്പൊ പറയുന്നത് വേറൊന്നും. അപ്പൊ മാറ്റി പറഞ്ഞ് അപ്പൊ പറഞ്ഞതല്ലേ ഇപ്പൊ പറയുന്നത്. അന്ന് 18 വയസ്സിന് മേളിലുള്ള പിള്ളേരെല്ലാം കുണുവാവകൾ എന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് 34 വയസ്സുണ്ട്. അപ്പൊ അതിന് താഴോട്ടുള്ളവരെല്ലാം എന്റെ കുണുവാവകൾ എന്ന് പറഞ്ഞു. കുണുവാവകളെയൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യം, പയ്യൻ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഓക്കെ റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനാണെങ്കിൽ എത്ര കുണുവാവകൾ വരും? എല്ലാരെയും കെട്ടുവോ? അപ്പൊ കുണുവാവ എന്നുള്ള കാര്യം അന്ന് പറഞ്ഞത് മീഡിയ, അതാണ് ഒന്നാമത്തെ വിഷയം. ഈ രേണുവിന്റെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാല്, ഏത് മീഡിയക്കാർ വന്നാലും അവരുടെ അടുത്ത് പറയേണ്ട ബോധം, എന്ത് കാര്യങ്ങളാ ഒരു ബോധമില്ല. എന്തിനെ കുറിച്ചാ പറയണ്ടേ, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിനെ കുറിച്ച് എന്ത് മറുപടിയാ പറയണ്ടെന്ന് ഒരു ബോധം ഇല്ലാത്ത ഒരാളാണ് ഈ രേണു സുധി. ഇന്നാള് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേനും ഒരു മീഡിയക്കാരൻ വന്നിട്ട് ചോദിച്ചു, നിക്കറിടും എന്ന് ചോദിച്ചു. ഉടനെ വായെടുത്താ നിക്കറിടും. എന്റെ സത്യം പറയുന്നത് മര്യാദയാടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. വേറെ ഏതെങ്കിലും ഒരു സ്ത്രീകൾത്താന്ന് ചോദിക്കുന്നെങ്കിൽ അവരെന്തുമായിരിക്കും പ്രതികരിക്കുന്നത്? ആ ഒരു രീതിയാണ് അന്നത്തെ കാര്യം. 18 വയസ്സിന് മുകളിലുള്ള കുണുവാവളെന്ന് പറഞ്ഞതെല്ലാം മറന്നു പോയെന്ന് തോന്നുന്നു. ഇപ്പൊ മീഡിയക്കാർ ഒന്ന് എന്തോ ഇതിന് പോയിട്ട് വന്നതാ, എന്തോ ഇവന്റിന് പോയിട്ട് വന്നപ്പോ ആ ഒരു ആവേശത്തിൽ എല്ലാരും നിൽക്കുന്ന സന്തോഷത്തിലും ചേച്ചി ഒന്ന് ഷോ ഓഫ് കാണിക്കാൻ നോക്കിയാണെന്ന് തോന്നുന്നു. പക്ഷെ വീണ്ടും പടിവാളിയിരിക്കണ കാഴ്ച. ഇതേണക്കുള്ള ഓരോരോ കോപ്രായങ്ങൾ കൊണ്ടാണ് രേണു സുധീനെ ബാക്കിയുള്ളവരെല്ലാം വലിച്ചു കീറി നാല് വഴിക്ക് വെക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ആയിന്ന് പോകുന്ന വാക്കുകളാണ് ഓരോരുത്തർക്കും ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഏത് മീഡിയക്കാർ വന്നാലും ഒരു ഫോൺ കൊണ്ട് വരുമ്പോഴത്തേനും വായി തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞു വിടുന്നത്. വെറുതെ എന്നിട്ട് കണ്ട ലൈവിലും അവിടെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള ഇന്റർവ്യൂസിനെല്ലാം ബാക്കിയുള്ള മീഡിയ ഓരോ ഇന്റർവ്യൂസിന് വരുമ്പോഴത്തേനും അവിടെ നിന്ന് കരഞ്ഞിട്ടോ അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്നോ അങ്ങനെ പറഞ്ഞെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം സംസാരിക്കുന്ന വായ്ത്താളം. അപ്പൊ ഗൈസ്, അതിനകത്ത് നമ്മളെ രേണു സുധി വളരെ വിജയകരമായി വീണ്ടും തോറ്റിരിക്കുന്നു. പണ്ടത്തെ വാ തുറന്നു കഴിഞ്ഞാൽ ഈ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് ഈ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാവിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണൊക്കെ ഇരിക്കും ഓരോന്നും. പിന്നെ അതിനെക്കുറിച്ചിരുന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിരുന്ന് വിഷമിച്ചിട്ടോ ഇങ്ങനെ വേറെ വീഡിയോസ് വരുമ്പോഴത്തേനോ ഇരുന്ന് ആലോചിച്ചോ ഇത് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കേക്കാം, ബാക്കി യു കണ്ടിന്യൂ. അതല്ല 21 ഇപ്പൊ ഏജ്. അല്ല കല്യാണം കഴിക്കണം. 21 എനിക്ക് 34, ചെറുക്കന് 20. ആർക്കാ? അതാണ് വിഷയം. ആർക്ക്? ഇവർക്ക് അറിയത്തില്ല ഇവരെന്താ പറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഇവർക്ക് തന്നെ അറിഞ്ഞൂടാ. ആരെങ്കിലും വന്നെങ്കിൽ എന്തെങ്കിലും തട്ടിവിടുമ്പോഴത്തേന് ആ നേരത്തെ പറഞ്ഞ കണക്ക് നിക്കറിടുവോ എന്ന് ചോദിച്ച കണക്ക് 21 വയസ്സുള്ള പയ്യന് അത് പറഞ്ഞപ്പോഴത്തേന് ആർക്ക്? ഇവര് ഇതിനു മുമ്പേ സംസാരിച്ച 20 വയസ്സെന്നാ. 20 വയസ്സുള്ള പയ്യനായാലും ഓക്കെ ഞാൻ കഴിച്ചോളാന്ന് പറയാം. ഇപ്പൊ കല്യാണം കഴിച്ചോളാന്നാ പറയുന്നത്. ആ പറയുന്ന എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല. ചിലപ്പോ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാരും എന്നെ കളിയാക്കുമല്ലേ, ആ ഒരു രീതിയിൽ എല്ലാരും എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, ആ ഒരു രീതിയിൽ പറഞ്ഞാണ്. പക്ഷെ ഇതെല്ലാവർക്കും ഓരോരുത്തർക്കും ഡെയിലി കണ്ടന്റായി മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വന്നിരുന്നിട്ട് പറയും എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന, പൈസ ഉണ്ടാക്കുന്ന, അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ 21 വയസ്സുള്ള പയ്യന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കും, ഓക്കെ കഴിക്കട്ടെ. കേക്കാം, ബാക്കി യു കണ്ടിന്യൂ. ഞങ്ങൾ രണ്ടും
എനിക്കിഷ്ടമാണോ അവനിഷ്ടമാണോ ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചത്. ഓക്കെ ആ വിട പോട്ടെ 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 വിട്ടോ രേണു ചേച്ചി വിട്ടേരെ പോട്ടെ മതിയായി. അവിടെ നിന്നവർ കേട്ടോണ്ടിരുന്നവർക്ക് മതിയായി. എന്തിനാ ചുമ്മാ ഇരന്ന് മേടിക്കുന്ന ഉദ്ദേശത്തിലായിരിക്കും അവരവിടെ എന്ന് പറഞ്ഞത്. അപ്പം രേണു ചേച്ചിയെ കുറിച്ചുള്ള ഒരു ഈ വാവിട്ട വാക്കിന്റെ പരിപാടികൾ ഇതൊക്കെയാണ്. ഈ വാവിട്ട വാക്ക് എന്ന് പറയുന്നതിന് എന്താ അറിയോ, അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീഡിയക്കാരുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തില്ല എങ്കിൽ അവർ ചോദിക്കുന്ന ഈ മീഡിയക്കാർ വരുമ്പോൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകണം. അതേ ഒരു മറുപടി നമ്മളെ രേണു സുധിയുടെ, അതായത് സുധിയുടെ മൂത്ത മകൻ, ഇപ്പൊ സുധിച്ചേട്ടന്റെ മൂത്ത മകൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവന് ബോധമുണ്ട്, മനസ്സിലായോ? അവന് ബോധമുണ്ട്. ഇവർക്ക് എന്താ ബോധമില്ലാത്ത? ഇവരെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എന്തും പറഞ്ഞിട്ട്, എന്ത് വായി തോന്നുന്ന എന്ത് കാര്യങ്ങളും പറഞ്ഞിട്ട് എങ്ങനെയാലും റീച്ച് ആവട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആ റീച്ചിനകത്ത് നിന്ന് കിട്ടി വീഡിയോസ് ഇരുന്ന് കണ്ട് വീണ്ടും അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാം, മനസ്സിലായ? അടുത്ത കാഴ്ചയിലും പിടിച്ചിലും ആയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽസിന് ഇന്റർവ്യൂ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പറയാം. ഇവരിത് പറഞ്ഞിട്ടല്ലേ, നമ്മൾ ആലോചിക്കണം. ഇവരെ വായിന്ന് പോയിട്ടല്ലേ ഈ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ കിച്ചുവിന്റെ ഒരിത് ഒന്ന് നമുക്കത് കണ്ടുനോക്കാം. അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്തോന്ന് അമ്മയെ പറ്റിയുള്ള അഭിപ്രായം എന്തോ നമുക്കൊന്ന് കണ്ടുനോക്കാം. കിച്ചുവിന് പറയാനുള്ളത്. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. നല്ല അഭിപ്രായം, സൂപ്പർ, ഒന്നും പറയാനില്ല. കൊള്ളാം. അവൻ വരെ വെറുത്ത്. അവനാണെങ്കിൽ അവിടെ പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട്, ഒരു ക്ലോത്തിന്റെ പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. അത്യാവശ്യം ബിസിനസ്സും ഒക്കെ പയ്യന്റെ മനസ്സിൽ ഉണ്ടായ ഒരു കാര്യങ്ങൾ തന്നെ. പോട്ടെ, രക്ഷപ്പെടട്ടെ. ഇതൊക്കെയാണ് നമ്മൾ സപ്പോർട്ട്. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവിടെ വന്നിട്ട് ഈ മീഡിയക്കാരൻ വേറൊരു മീഡിയക്കാരൻ വന്നിട്ട് അമ്മയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേനും ഒന്നും പറയാനില്ല. ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് അടുത്ത കണ്ടന്റായി മാറും എല്ലാവർക്കും, മനസ്സിലായ? പക്ഷെ ഇവനെ അറിയാം എങ്ങനെ നിക്കണമെന്ന്. ഇതാണക്കല്ല രേണുസുതി ഇരിക്കുന്നത്. രേണുസുതി എടുത്ത് എന്തെങ്കിലും നിക്കറിട്ടോ അതിട്ടോ ഇതിട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബ്ലാ 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 എന്തോ ഈ പറയുന്ന കണക്ക് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും പോയ പോക്ക്, അത്രേ ഉള്ളൂ. ഇതാണ് രേണുസുതിയും കിച്ചുവും തമ്മിലുള്ള രണ്ടുപേരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. എസ്കേപ്പ് ആവേണ്ട സ്ഥലത്ത് എസ്കേപ്പ് തന്നെ ആവണം. നമ്മൾ ഒന്നും മിണ്ടായിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കണം. അല്ല വായി വരുന്ന ഈ വായ്ത്തളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെയാണ്. അതിന്റെ പിന്നെ വരുന്ന പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പറഞ്ഞു പോയില്ലേ, പിന്നെ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ കിച്ചുവിന് അമ്മയെ പറ്റി യാതൊരുവിധ അഭിപ്രായങ്ങളും ഇല്ലെന്നാണ് കിച്ചു പറഞ്ഞിട്ട് പോയത്. പയ്യനങ്ങ് പോയി, രക്ഷപ്പെട്ട്. താല്പര്യമില്ല പറയാൻ, രേണുസുതിയെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എന്റെ വീഡിയോ കമന്റിന് പ്രതികരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പ്രതികരിക്കുന്നത് നമ്മൾ ഇച്ചിരി വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നാള് അതിനൊരു പോസ്റ്റ് ഇട്ട് കണ്ടില്ലായിരുന്നോ? ഒരു മദർ തെരേസയുടെ കണക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് എന്റെ മാനേജർ വായിക്കും. ഞാൻ തന്നെ എങ്ങനെയാണ്ടൊക്കെ വായിച്ചെടുക്കുക, മാനേജറിനേറ്റോ എന്തോ എങ്ങനെ എന്തിനൊക്കെയാണ് അടിച്ചുവിട്ടത്. അപ്പം ആ കമന്റ് ഒക്കെ ഏതോ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അല്ല, അതൊക്കെ വേറെ ഏതേതോ ദ്വീപിന്നോ ഏതോ ഗ്രഹത്തിൽ നിന്നുള്ള ഭാഷയൊക്കെയാണ് അടിച്ചു വിടുന്നത്. കേക്കട്ടെ. കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമന്റ് ഇട്ടേക്കുന്ന മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിന്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടന്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. സുധിച്ചേട്ടന്റെ മൂത്ത മകൻ എന്ന് പറയുമ്പോഴത്തേന് ആ പറയുന്ന ഒരു പുച്ഛം കണ്ട നമ്മൾ ആദ്യം അതിനകത്ത് ടാർഗറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ പറയുന്ന വാക്കുകൾ തന്നെ ഉണ്ടോ, ഒരു സത്യം പറഞ്ഞ ഈ കൊല്ലം സുധിയായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ ആ പറയുമ്പോ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് തന്നെ ടാർഗറ്റ് ചെയ്തു പോകും. കൊല്ലം സുധി ആരാ? കൊല്ലം സുധി ആരാ? ആ രേണുസുധിയായിട്ടെന്തോ കൊല്ലം സുധിക്ക് ബന്ധം? ഒരു ബന്ധമില്ല. ആ ഒരു രീതിയിൽ അവര് സംസാരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഒന്നാമത്തെ എന്താ കാര്യം സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇത് ആരും അല്ലാത്ത രീതിയിലാണ് കൊല്ലം സുധിയുടെ മൂത്ത മകൻ. അത് ആരാന്നോ എന്നുള്ള, വേറെ ആരോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു
നമ്മളെ രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അവര് സംസാരിക്കുന്ന സംസാരത്തിലാണ് കുറെ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇതിനകത്തുള്ള കുറെ ആലിഗേഷൻസ് ഉണ്ടാകുന്നത്. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഒരു സ്വയബോധം ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിന് ബാഗ്, ഇപ്പൊ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കും. പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ ഞാനല്ലേ എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ, കൃത്യമായിട്ട് നോക്കിക്കോളാം കേട്ടോടി. എടോ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ തന്നെ സാധനം മേടിച്ചു കൊടുക്കണം, അല്ലാതെ നാട്ടുകാരല്ലേ മേടിച്ചു കൊടുക്കേണ്ടത്. അതാദ്യമേ മനസ്സിലാക്ക്. അതും വന്നിരുന്ന ഇതാണൊക്കെ ലൈവിനകത്ത് വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പറയാ കമന്റ് എല്ലാ കമന്റ് പ്രതികരിക്കാൻ നടന്നു കഴിഞ്ഞാൽ എല്ലാ കമന്റിനും പ്രതികരിക്കണം. നിങ്ങളെ കുറിച്ചുള്ള ഈ ഇറങ്ങുന്ന വീഡിയോസും ട്രോൾസും എല്ലാത്തിനകത്ത് എന്താ പ്രതികരിക്കാത്ത? അതിനകത്തുനിന്ന് 1, 2, 3 പേരെ എടുത്ത് മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പ്രതികരിക്കാൻ നടന്ന് അങ്ങ് പോവും. പ്രതികരിച്ചിട്ട് അവിടെ പോവുക. ബാക്കിയുള്ളവർ പറയുന്നത് കൂടെ കേൾക്കത്തില്ല. കൊല്ലസുതി ആരാ? കൊല്ലസുതി വേറൊരാളാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ രേണു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് തന്നെ ആ തുടക്കം തന്നെ നമുക്ക് പറഞ്ഞപ്പോ തന്നെ ഒരുമാതിരിയായി. കൊല്ലസുതി ആരാന്ന് പോലും അറിയത്തില്ല. ഏതോ ഒരു തെറ്റ് കൂട്ടത്തിൽ എടുത്തിരിക്കുക കൊല്ലസുതിനെ. അതൊക്കെയാണ് വിഷയങ്ങൾ. ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പൊ എനിക്ക് വീണ്ടും പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾ ഓരോ ഇന്റർവ്യൂസിനായാലും മീഡിയക്കാരെ മുമ്പിൽ വരുമ്പോഴായാലും സംസാരിക്കുന്ന ഓരോരോ രീതിയുണ്ട്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ട്രോൾസ് വരും, റിയാക്ഷൻ വീഡിയോസ് വരും, പല രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, പല രീതിന്റെ പുറകെ പോയി കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും. അപ്പം അത് രേണുസുതിക്ക് തന്നെ പണിയായി മാറത്തുള്ളൂ. സംസാരിക്കേണ്ട നമ്മൾ മാന്യമായിട്ട് സംസാരിക്കേണ്ട സ്ഥലത്ത് മാന്യമായിട്ട് തന്നെ സംസാരിക്കണം. കൂതറയായിട്ട് സംസാരിക്കേണ്ട സമയത്ത് കൂതറയായിട്ട് സംസാരിച്ചോ. പക്ഷെ അതൊരു മീഡിയക്കാരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കൂതറയായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് തോന്നിവാസം എന്നുള്ള രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. വേറൊന്നും പറയാനുള്ള ഗൈസ്. രേണുസുതി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സക്സസ്ഫുള്ളി ഫെയിൽഡ്. രേണുസുതി വീണ്ടും വിജയകരമായി എല്ലാത്തിലും തോറ്റുകൊണ്ടിരിക്കുന്നു.